നെക്സ്റ്റ് കളർ വന്ന് അയ്യോ എന്തു കേട്ടോ 1/2 കിലോ പഴം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോ വരും. ആരെക്കണ്ടോണ്ട് അവിടെ നിൽക്കുവായിരുന്നു? എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങി. നല്ല ഏട്ടനെ കാണാനിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് കുറെ പരിഭവം പറഞ്ഞിട്ട് അവൾ കിടന്ന് ഉറങ്ങി. അവളുടെ കൂട്ടുകാരിയില്ലേ മറ്റേ നിവേദിത, അവളുടെ അച്ഛൻ ഗൾഫിലല്ലേ, അയാളിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട് ലീവിന്. അപ്പൊ അവരെല്ലാരും കൂടെ പുറത്ത് എവിടെയോ ടൂറിന് പോകാൻ. അപ്പൊ ഇവളുടെ പരാതി ഇവളെ എങ്ങും കൊണ്ടുപോകണില്ല, വെക്കേഷൻ ആകുമ്പോ ഒരു സ്ഥലത്തും കൊണ്ടുപോകണില്ല. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് അനിയത്തെയും കൂടി പിടിച്ചു. സത്യമല്ലേ പിള്ളേര് പറഞ്ഞ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടായിട്ടാ? എവിടെ പോണുണ്ട്? ഈ തിരുവനന്തപുരത്ത് ഇട്ടാവട്ട സ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകും. വേറെ എവിടെയും പിള്ളേരെ കൊണ്ടുപോയിക്കണം? അവര് പറഞ്ഞാലും കാര്യമില്ലേ? ഞാനൊരു കാര്യം, ഒരു വ്യാഴാഴ്ച, അപ്പൊ വ്യാഴാഴ്ചത്തെ ക്ലാസ് പോകത്തില്ല, വ്യാഴാഴ്ച വൈകിട്ട് എവിടെയെങ്കിലും പോയിട്ട് വെള്ളി ശനി ഞായറാഴ്ച വൈകിട്ട് വരാം. അപ്പൊ ഒരു ദിവസത്തെ ക്ലാസ്സേ പോവുള്ളൂ. പിള്ളേർക്ക് വേണ്ട എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ്. എവിടെയെങ്കിലും പോകണം. കേരളത്തിൽ വേണ്ട, വേറെ പുറത്തെവിടെയെങ്കിലും. കേരളത്തിൽ എന്ത് ഇതിന് മാത്രം കാണാനിരിക്കണം? പുറത്തെവിടെയെങ്കിലും. കേരള ടൂറിസം അടിമുടി മാറിയില്ലേ? ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് സർക്കാർ മാറ്റി മറിച്ചിരിക്കുകയല്ലേ? ടൂറിസം അടിമുടി മാറിയില്ലേ? ഈ 2023 43,647 കോടി വരുമാനമാണ് സംസ്ഥാന സർക്കാരിന് കിട്ടിയത് ടൂറിസത്തിലൂടെ. വിവിധ തരത്തിലാണ് ടൂറിസത്തെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചർ ടൂറിസം, അഡ്വഞ്ചർസ് താല്പര്യമില്ല, നമുക്ക് ബീച്ചിൽ പോവാം, ബീച്ച് ടൂറിസം ഉണ്ട്. ഇനി വേറെ ടൂറിസം ക്ലബ്ബ്. അതെന്തുവാ? ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കും. എങ്ങനെ വെച്ചാല് നാളെയുടെ വാഗ്ദാനമായ കുട്ടികളില്ലേ, അവരിതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കും. അപ്പൊ അവർക്കൊരു വരുമാനവും വരും തലമുറയ്ക്ക് നമ്മുടെ ടൂറിസത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കാനുമായിട്ടുള്ള ഒരു ഇതുമായിട്ട് ഇറങ്ങുന്നതാണ്. അത് കൊള്ളാം, പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി ഒന്നുണ്ട്, സിനി ടൂറിസം ഉണ്ട്. അതെന്തുവാ? സിനി ടൂറിസം നമ്മൾ സിനിമയിലെ കാണുന്ന ചില സ്ഥലങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുമല്ലോ, അവിടെ കാണാൻ ഭയങ്കര കൊതിയായിരിക്കുമല്ലോ ആൾക്കാർക്ക്. അപ്പൊ അവിടെ ഒന്ന് പോയെങ്കിൽ കൊള്ളാൻ തോന്നൂല്ലേ? നമ്മുടെ കിരീടം പാലമില്ലേ വെള്ളാണി, മോഹൻലാല്, ആ കിരീടം പാലം ഒക്കെ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അവിടെ കുറച്ച് നല്ല വികസിപ്പിച്ചെടുത്ത് നല്ല നല്ല ടൂറിസ്റ്റുകൾ ആകർഷക തരത്തിലാക്കി വെച്ചിരിക്കുകയല്ലേ. ഇത്രയൊക്കെ കാര്യങ്ങൾ ഏട്ടനെ അറിയാം അല്ല ഇതിനെ പറ്റിയിട്ട്? പിന്നെ എന്നിട്ടാണ് ആ പിള്ളേരെ ഒരു സ്ഥലത്തേട്ടൻ കൊണ്ടുപോകാത്തത്. കഷ്ടമാണ് കേട്ടാ. ആദ്യം പോണം, ആദ്യം എവിടെയെങ്കിലും പോണം. എന്തായാലും ഞാൻ വ്യാഴാഴ്ച പിള്ളേരെ സ്കൂളിൽ വിടത്തില്ല, വ്യാഴാഴ്ച വിടും, വ്യാഴാഴ്ച വൈകിട്ട് എന്തായാലും പോകണം. അല്ലെ വേണ്ട, ഞാനിവിടെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചോളൂ, ഏട്ടന് വരാൻ പറ്റില്ല. പിന്നെ ചിരിക്കും. ഉണക്ക തേങ്ങ അടുപ്പുണ്ട് കേട്ടാ. ഹലോ 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 ഹലോ, അവിടെ വെച്ചേ. അമ്മ ഈ വയ്യാത്ത പണി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞ അമ്മേനോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ, വീട്ടിലിരുന്നോളാൻ പറഞ്ഞല്ലേ. ഈ വയ്യാഴായിട്ട് അല്ലടി ഈ പുരയിടത്തിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് കുറേ കാലമായി, അല്ലെങ്കിൽ എന്റെ കയ്യും കാലും ഒക്കെ ഒന്ന് ആടണ്ടേ. പിന്നെ പണ്ടാണെങ്കിൽ കനകൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ അവനും ഒന്നും ചെയ്യത്തില്ല. മറ്റോന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. ഏട്ടനിപ്പോ ഭയങ്കര തിരക്കല്ലേ അമ്മേ? അല്ല, അവൻ തക്കുടിനെ കൊണ്ട് എങ്ങോട്ടടി കാലത്തെ പോയത്? ആ ചെറുക്കൻ രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ കരച്ചിലും നിർബന്ധവും വാശിയും. എനിക്ക് അരിശം വന്നിട്ട് ക്ലീറ്റ് അവനെ കൊണ്ട് പുറത്തോട്ട് പോയി. ഇന്ന് അവന് പഠിത്തമില്ലല്ലോ, പാർട്ടി ഓഫീസിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും. മക്കളെ, ആ അയ്യത്തെ കപ്പ നിപ്പുണ്ടെങ്കിൽ ഒരു കപ്പ കഴിഞ്ഞെടുത്തോണ്ട് വാ. 5-6 നിപ്പുണ്ടായിരുന്നല്ലേ അവിടെ? നോക്കിട്ട് കപ്പ ഞാൻ പറഞ്ഞില്ലേ അത്. ക്ലീറ്റോ മറ്റേ പാർട്ടിയുടെ എന്താ സമ്മേളനം ഉണ്ടായപ്പോ ഡൽഹിയിൽ നിന്ന് നേതാക്കന്മാരൊക്കെ വന്നില്ലേ, അപ്പൊ ആ കപ്പ പറിച്ചോണ്ട് പോയിട്ടല്ലേ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല, അധ്വാനിച്ചുണ്ടാക്കാൻ അവന് വയ്യ. ആരെങ്കിലും അധ്വാനിച്ചുണ്ടാക്കുന്നത് കണ്ട കൂട്ടുകാരെ കൊണ്ടുവന്ന് കൂട്ടാൻ നിൽക്കുകയാണ്. അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞു മത്തേ. അയ്യോ എന്റെ ഫോണ്. ഹലോ ഹലോ, മനസ്സിലായി ധർമ്മേന്ദ്രൻ. മനസ്സിലായി, മൊബൈൽ കട നടത്തണേ. നമ്പറോ? അത് പഞ്ചായത്തില് അതിന് അപേക്ഷ വെച്ചായിരുന്നോ? അതാദ്യം വെക്ക്, ബാക്കി ഞാൻ നോക്കാം. നോക്കാം, നിങ്ങളോട് വെക്കാൻ പറഞ്ഞില്ലേ.
ശരി ശരി ശരി. ആ വെച്ചിട്ട് എന്നെ വിളിക്ക്. ആ ആ ശരി ശരി ഓക്കെ. ആരേച്ചാ പൊന്നെ, ഒരു ധർമ്മേന്ദ്രൻ വീട് നമ്പറിന് വേണ്ടി വിളിക്കണതാ. പഞ്ചായത്തിൽ അതിന് അപേക്ഷ കൊടുക്കാൻ അങ്ങോട്ട് എത്ര നാൾ കൊണ്ട് പറയണമെന്നറിയോ? അത് ചെയ്യണില്ല. ഇയാളുടെ വിചാരം ഞാൻ അവിടെ എടുത്തു വെച്ചേക്കുവാ. ഫസ്റ്റ് അപേക്ഷ കൊടുക്കാതെ എങ്ങനെ? അല്ല മക്കളെ, പാവങ്ങളല്ലേ നിന്നെ കൊണ്ട് ഒക്കുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്ക്. പാവങ്ങളൊക്കെ ആയിട്ട് നമുക്കിപ്പോ തോന്നും, പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് ഈ വോട്ട് ചെയ്തെന്നുള്ളൊരു അധികാരം ഇവര് നമ്മളോട് കാണിക്കും. എന്നിട്ട് വന്നങ്ങ് ആജ്ഞാപിക്കും. എന്താ എടുത്ത് തന്നാലെന്താ നിങ്ങക്ക്? ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തത് കൊടുക്കുന്നതാണോ? പഞ്ചായത്തിൽ വരുന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ആജ്ഞാപിക്കലും അധിക്ഷേപിക്കലൊക്കെയാ. ദേഷ്യം വരും എനിക്ക്. പിന്നെ ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കും. എല്ലാരോടും സൗമ്യമായിട്ട് സംസാരിക്കണം കേട്ടാ. നല്ല മര്യാദയുടെ ഭാഷയിലേ സംസാരിക്കാവൂ കേട്ടാ. പക്ഷെ മര്യാദയൊക്കെ പോകും ഇവരുടെയൊക്കെ മുമ്പില്. വേണ്ട, നിന്റെ അച്ഛനെ ഊറ്റിയുറുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം. ഇതിൽ നിന്ന് ഊറി വന്നത് കൊണ്ടാണ് ആ വീടും ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം. അതറിയാമോ നിനക്ക്? പിന്നെ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന വലിയ പോലെ കൃഷി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടിട്ട് വന്നത്. ഒന്ന് പോയി നോക്കിട്ട് വരാം. അങ്ങോട്ട് എന്തേ കയ്യിലൊക്കെ ആയി. എനിക്കൊന്ന് കൈ എന്നാ കൊണ്ടുപോവാ. കയ്യൊക്കെ വെഞ്ചി. ദേഹം ഒന്ന് അനങ്ങിയപ്പോ അവക്ക് മടിയായി. അതുകൊണ്ടാണ് അരിയുടെ പേരും പറഞ്ഞ് മുങ്ങുന്നത്. കള്ളി ആങ്ങളും പെങ്ങളും ഒപ്പം. അങ്ങനെ ആങ്ങളേനെ പെങ്ങളിനെ ഒരു നൂലിൽ കെട്ടണ്ട കേട്ടാ. അമ്മയുടെ മകനോടൊന്ന് ചോദിച്ചു നോക്കി ഞാൻ മടിച്ചാണ് അല്ലേന്ന്. അപ്പ പറയും. ഓ പിന്നെ അമ്മേ ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതാണ് ആ കെറിവിച്ച് പോണത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവക്ക് അത്രയും മതി. ഈ ദിവസം മുഴുവൻ അതും കൊണ്ട് നടക്കും. എനിക്കാണ് മടിയെന്ന്. ഏട്ടൻ്റെ കൂടെ മാടിനെ പോലെ അവിടെ കിടന്ന് പണിയെടുക്കണ ആരാണ് ഞാനാണ്. എന്നിട്ട് എനിക്ക് മടി. അമ്മേ കാത്തിരുന്ന ഞാൻ കെട്ടാമേ. ഇച്ചിരി അട ഉണ്ടാക്ക. എന്തേ രത്നമ്മ ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചോ? അയ്യോ പണ്ട് അച്ഛൻ്റെ കൂടെ ഓടി ചാടി തുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ഉള്ളോ? ഈ പണ്ടത്തെ പോലെയാണോ ഇപ്പോഴ്? കുടിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഞാൻ ഇനി പണ്ടത്തെ പോലെ തുള്ളാനാ ചാടാനാ നോക്കോ? എന്താ നമുക്കെന്നാ പോയാലോ? എന്നാ പോവാ. എന്തി കിടക്കണോ? എനിക്കൊന്ന് കിടക്കണം. എന്നാ പോയേക്കാം. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോ ചിലപ്പോ അവള് മുഖം കയറ്റി പിടിച്ച് നിപ്പുണ്ടാവും. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട്. അയ്യോ, അത് ഞാനൊരു തമാശയ്ക്ക് എങ്ങനെ പറഞ്ഞല്ലോ. അവളത് കാര്യമാക്കി ഒന്നും കാര്യാക്കാതെയൊന്നുമില്ല. പണ്ട് ഇതേപോലെ ഞാൻ എന്തോ പറഞ്ഞല്ലോ. എന്നിട്ട് കുറേ നാൾ എന്നിട്ട് എന്നോട് മിണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു. ഇവരുടെ ഒരു ബന്ധു പണ്ട് കൊടങ്ങാവിളിയിൽ ഇവള് പോയിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് ഡ്രസ്സും തുണിയൊക്കെ കൊടുത്തു വിട്ടില്ലേ, ഷാമ്പൂ ഒക്കെ കൊടുത്തു വിട്ടു. അപ്പൊ അവള് കൊണ്ടുവന്ന ഡ്രസ്സിന് ഇത് എന്തെന്നാ നരച്ച തുണി പോലെ ഇരിക്കണല്ലോ എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. എൻ്റെ പൊന്നേ, പിന്നെ ഞാൻ തുടർന്നതിന് കുറ്റം, പറഞ്ഞാ കുറ്റം, മിണ്ടിയാ കുറ്റം, ആകെ വഴക്കും വെക്കാനായിട്ട് ക്ലീറ്റോ ഇടപെട്ടാണ് ആ വഴക്ക് തീർത്തു തന്നത്. നമുക്ക് ഇച്ചിരി കാര്യം മതി. അതെ, ഇത്തിരി കാര്യം മതി. അവർക്ക് പ്രശ്നമുണ്ടാകും. എന്നാ വാ പോയാലോ? പോവാടിയ മക്കൾ. അപ്പം ബാ. എന്തോ ഇവിടെ എന്തോ അടിയത്? പടം വരയ്ക്ക്. എന്തോ അത്? പേപ്പറിൽ എന്തോ മുക്കിയിരിക്കുന്ന വെളിച്ചെണ്ണയാ? എന്തിനാ വെളിച്ചെണ്ണയൊക്കെ എടുത്തത്? സ്കെച്ച് ചെയ്യാൻ വേണ്ടി അടിച്ചടിച്ചിടും. ഈ നിലത്തൊക്കെ എന്തോ കിടക്കണ? വെളിച്ചെണ്ണയാണോ? ആരോട് വെച്ചിട്ട് വെളിച്ചെണ്ണ കുപ്പിയൊക്കെ പോയി എടുത്തത്? അമ്മ ഇവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോ എടുത്തു. അവക്ക് വേണമെന്ന് പറയുമ്പോ നീ എടുത്തു കൊടുക്കോ? ആരോട് വെച്ചിട്ട് അടി എടുത്തത്?
അമ്മ അത് അവള് നിർബന്ധം പിടിച്ചപ്പോ അവള് നിർബന്ധം പിടിച്ചപ്പോ ഞാൻ നാടുവിട്ടൊന്നും പോയിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ല. എന്റെ അടുത്ത് വന്ന് ചോദിക്കായിരുന്നല്ല. വെളിച്ചെണ്ണയുടെ വില എത്രയെന്ന് അറിയാടി നിനക്കൊക്കെ? അതെങ്ങനെ നിനക്കൊന്നും അറിയണ്ടല്ല. 3 നേരം ആകുമ്പോഴത്തേക്ക് കൈ കഴുകി വന്നിരുന്നാ മതിയല്ല. അധ്വാനിച്ച് കൊണ്ടുവരണം, അപ്പോഴേ അതിന്റെ വില മനസ്സിലാവത്തുള്ളൂ. നിനക്ക് പറയായിരുന്നില്ലേ നല്ല? അവളോട് പറഞ്ഞത് അവള് കേക്കാനതാ. നിനക്ക് നടി കേട്ടാല് എന്തോരം വെളിച്ചെണ്ണ ഈ പടം നിന്നെ എടുത്ത നീ ഭിത്തി തൂക്കിടുന്ന പടം നിന്നെ എടുത്തേന്ന് നിക്കടെ നല്ല മര്യാദക്ക് നിന്നോ, മര്യാദക്ക് നിന്നോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്തോന്ന് പിള്ളേരെ ആരോട് ചോദിച്ചിട്ടാണ് വെളിച്ചെണ്ണ കുപ്പി ഞാൻ പിള്ളേർക്ക് വിട്ടു ചുറ്റും മറിഞ്ഞു വീണതാടിയേ. ഇത്രയും നേരം ഇവിടെ കിടന്ന് വിളിച്ചിട്ട് അവള് വന്നില്ല മക്കളെ. അമ്മ വീട്ടിൽ നിന്ന് കിടക്കാം മക്കളെ എന്റെ ചെരുപ്പ അതവിടെ കിടക്കട്ടെ. ഓ നെഞ്ച പൊട്ട് പതുക്കെ ഇല്ല ഒന്നുമില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. ആഹാ, അമ്മ ഇവിടെ വന്നിരിക്കുവാണാ? ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ അമ്മേനെ കണ്ടില്ല. ഇതെന്തു പറ്റി കാലിന്? വീണ അമ്മ? എന്തു പറ്റി ചേച്ചി അമ്മയ്ക്ക്? ഞാൻ ആ പിള്ളേരുടെ പുറകെ ആയി പോയെന്നേ. ഇതെന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ചേച്ചി എന്തു പറ്റി അമ്മയ്ക്ക്? അമ്മ അവിടെ കിടന്ന് ഇമ്മാതിരി നിലവിളിച്ചിട്ട് നീ മിണ്ടിയില്ലല്ലോ, പിന്നെ തന്നെ ഞങ്ങൾ നിന്നോട് മിണ്ടുന്നത്? സത്യമായിട്ട് ഞാൻ കേട്ടില്ല ചേച്ചി. ഇതെന്തൊരു പാടം നോക്കണേ, ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞില്ലേ? നീ കേൾക്കാത്തതാണോ അതാ കേട്ടില്ല എന്ന് ഭാവിച്ചതാണോ? ഇതൊന്നുമല്ല, നീ അമ്മ പറമ്പിൽ വെച്ച് നിന്നെ ഒന്ന് കളിയാക്കി, അതിന്റെ ചുരുക്കല്ലേ നീ ഇപ്പൊ അമ്മേനോട് കാണിച്ചത്? എന്റെ പൊന്നേച്ചി, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം പറയല്ലേ. അമ്മ പറമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയത് ഞാൻ പറമ്പിൽ തന്നെ കളഞ്ഞിട്ടാ പോകുന്നത്. നീയല്ലേ കളയും. അന്ന് റൊണാൾഡിന്റെ വിഷയത്തിൽ നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല എന്റെ പൊന്നിലില്ലി. ചേച്ചി പഴയ കാര്യവും പുതിയ കാര്യമായിട്ട് കൂട്ടിക്കെട്ടരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ന്. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? ഈ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് വിളിക്കാണ് അമ്മ, ഹോളിൽ നിൽക്കുന്നത് നീ കേട്ടില്ല. അത് ഞങ്ങൾ വിശ്വസിക്കണോ? അപ്പൊ രണ്ടുപേരും കൂടെ എനിക്കെതിരെ തിരക്കഥ എഴുതി വെച്ചിരിക്കുവാണ്. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എന്റെ പൊന്നെ, എനിക്കൊരിത്തിരി മനസമാധാനം വേണം. എന്റെ ദേഹം മൊത്തവും വേദനിക്കുന്നു. ഞാനായിട്ട് ആരുടെ മനസ്സമാധാനം ഒന്നും കളയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ സമാധാനം കളഞ്ഞപ്പോ തൃപ്തിയായല്ലോ. ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു ഞാൻ കേട്ടില്ല എന്ന്. നമുക്ക് കാപ്പി കുടിക്കമ്മേ, ഇത് അടവാണ്. ഇപ്പൊ കരഞ്ഞോണ്ട് പോണത് അവളുടെ അടവാ. എന്റെ മോളെ, ഞാൻ അവിടെ കിടന്ന് അത്രയ്ക്ക് വേദന അനുഭവിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം അവളെ വിളിച്ച്. സത്യമായിട്ട് നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ചത്തുപോയെന്നാ. സാരില്ല, ഇനിയിപ്പോ ആ ചെറുക്കൻ വരുമ്പോ എന്താണ് അവന് പറഞ്ഞു കൊടുക്കാൻ പോണത്? അമ്മ കാപ്പി കുടിക്കേ. എന്തൊക്കെ പറഞ്ഞു തന്നു അമ്മയും ചേച്ചിയും കൂടെ? അല്ല, ഞാനാണല്ലോ ഇപ്പൊ ഇവിടുത്തെ വില്ലെത്തി, അതുകൊണ്ട് പറഞ്ഞതാ. രണ്ടും എനിക്ക് എന്താ നോക്കിയിരിക്കുകയാണ് രണ്ടും. ദേഷ്യം എന്നോട്. ഇവള് മൂത്തതല്ലേ, ഇവള് ഇച്ചിരി കൂടെ അടങ്ങണ്ടായിരുന്ന. അമ്മ ഞാൻ അവളോട് പറഞ്ഞു. പിന്നെ ഇതുങ്ങളാണ് കേട്ടാ എല്ലാം ഒപ്പിച്ചു വെച്ചത്. ഞാൻ എന്ത് ചെയ്ത് പറ? അതാ ഞാൻ ചോദിച്ചത്, ചേച്ചി എന്തൊക്കെ പറഞ്ഞു പറ. ആരും പറഞ്ഞിരുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ അമ്മയുടെ സ്വഭാവം, അമ്മ പ്രായമായിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അമ്മ ഉദ്ദേശിക്കുന്നത്.
അമ്മ അമ്മയുടെ ചിന്തിക്കും, പ്രായമായ ആളാണ്, അപ്പൊ അതിന്റെ വഴിക്ക് വിട്ടാൽ മതി. വിട് നീ. അതിന്റെ വഴിക്കൊന്നും വിടാൻ പറ്റത്തില്ല. ചേച്ചി അമ്മയ്ക്കും അവര് പിടിച്ച മുയലിന് 3 കൊമ്പ്, അങ്ങനെയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏട്ടനിപ്പോ പോയതിൽ അവർ തിരുത്തായിരുന്നില്ല ഏട്ടന്? കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവം കൊടുത്തേ കാണാവൂ. ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ട് കാണാം, വലിയ കാര്യങ്ങൾ വലുതായിട്ട് കാണാം. ഈ സൂചന എടുക്കാനെ തൂമ്പോൺ എടുക്കാൻ നോക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല എനിക്ക്. ഇത് ഏട്ടൻ പറഞ്ഞപ്പോ എല്ലാ കുറ്റം ഞാനാണോ ചെയ്തത്? ഞാനാണ്, എന്റെ ഭാഗത്താണോ തെറ്റ്? ഏട്ടനൊന്ന് ആലോചിക്കേ. ഞാൻ എൻ്റെ അമ്മേനെ കാണുന്ന പോലെ, സ്വന്തം അമ്മേനെ കാണുന്ന പോലെ അല്ലേ ഇവിടുത്തെ അമ്മേനെ കണ്ടുകൊണ്ടിരുന്ന? എന്തെങ്കിലും കുറവ് ഞാൻ അമ്മയ്ക്ക് വരുത്തിയിട്ടുണ്ടാ? ഇല്ലല്ലോ. എടി, അത് നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1000 നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നാൽ ആ 1000 കാര്യങ്ങൾ ആൾക്കാർ മറക്കും. മിസ്റ്റേക്ക് മാത്രം എടുത്ത് ഉയർത്തിപ്പിടിക്കും. അത് ഇവിടെ നിന്നല്ല, ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി. ഇവർക്കൊന്നും ഒരു നല്ലതും ചെയ്തു കൊടുക്കരുത്. ചുമ്മാ ഇരുന്ന് ഞാൻ വിട്, എൻ്റെ വഴിക്ക് വിട്. മക്കളെ, നിങ്ങൾ ഓടിക്കളിക്കണമെന്നും ചാടി കളിക്കണമെന്നും അച്ഛൻ പറയുന്നില്ല. പക്ഷെ അതിന് അമ്മമ്മയെ കൂട്ടി പിടിക്കരുത്. അത് വെച്ചാ അമ്മ അടിക്കാൻ വന്നപ്പോ ഞങ്ങൾ അറിയാതെ വിളിച്ചപ്പോ അമ്മ അറിയാതെ വീണതാ. ഞങ്ങൾ മനഃപൂർവ്വം തള്ളിയിടത്തില്ലല്ലോ. എടി, സംഭവം എന്തായാലും സംഭവിക്കട്ടെ, സംഭവിച്ചു പോയി. നീ ഒരു കാര്യം ചെയ്താൽ നീ അമ്മയുടെ ചെന്നിട്ട് ഒരു മാപ്പം പറഞ്ഞത്. മാപ്പാ? ഞാനെന്തിനു മാപ്പ് പറയേണ്ടത്? അല്ലെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഞാനെന്തിനു പോയി മാപ്പ് പറയുന്നത്? ഞാൻ പറയത്തില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ആരുടെ മുമ്പിൽ പോയി മാപ്പ് പറയാം. പക്ഷെ ഇവിടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ഏട്ടൻ എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ പറയത്തില്ല. ഈ പ്രശ്നം ഇതുകൊണ്ട് തീരുമായിരുന്നു. ഇനി നിനക്ക് മാപ്പ് പറയാൻ വയ്യുന്നുണ്ടെങ്കിൽ നീ അപ്പുറത്ത് പോയിട്ട് എരുതിയിൽ എന്നെ ഒഴിച്ചോട്. എന്നിട്ടെല്ലാം കൂടെ കൂട്ടാടിയും ബഹളം ഉണ്ടാക്കുക. എന്നിട്ട് വീടിന് തീ കത്തിക്കും. അല്ലാത്ത പറയാൻ ഒരു മര്യാദ വേണ്ട പറഞ്ഞു. ഒരു ക്ഷമിച്ചാൽ എന്താ കുഴപ്പം? ഇപ്പൊ ഇതാണ് പിള്ളേർ വളരുന്നത്. ഒരു ക്ഷമിച്ചു കൊടുക്കണം. ഇപ്പൊ തീരും. അച്ചാച്ചനോട് ആരാ പറഞ്ഞത്? ക്ലീറ്റോ ചേട്ടനാ? വേണ്ട. ഇല്ല, ചേച്ചിയും ഏട്ടനും പോയിട്ടുണ്ടല്ലോ. അച്ചാച്ചൻ പോയ കാര്യം ശരിയാക്കിയിട്ട് വന്നാ മതി. പനിയുണ്ട്, ചിലപ്പോ വീണതിന്റെ ആയിരിക്കും. ഞാൻ വിളിക്കാവേ, അവര് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മേ? ഞങ്ങളോട് മിണ്ടത്തില്ലേ? ഞാൻ എന്തിനു മക്കളെ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത്? അമ്മമ്മ വിളിച്ചപ്പോ അമ്മ കേൾക്കാനോ അല്ല ഞങ്ങളും കേട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങള് വരത്തില്ലായിരുന്നു അമ്മമ്മയുടെ അടുത്തോട്ട്. അമ്മമ്മ പിണങ്ങത്തില്ലല്ലോ. അമ്മമ്മ പിണങ്ങോ? എന്നോട് മിണ്ടത്തില്ലേ? എന്തോ അമ്മമ്മ, ഞങ്ങൾ സത്യമായിട്ട് കേൾക്കാനുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഓടി വരത്തില്ലേ? അമ്മമ്മയുടെ പിണക്കം മാറിയില്ലെങ്കിൽ ഞങ്ങളെ അടിച്ചോ? പൊന്നു മക്കളെ ഇങ്ങോട്ട് മക്കളെ, അമ്മമ്മയ്ക്ക് നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ പറ്റുമോ? എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയി. അമ്മ ക്ഷമിച്ചേക്ക്. അല്ല, അതുപോലെ തന്നെ നീ അവളോടും പരിഭവമൊന്നും കാണിക്കരുത് കേട്ടാ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒന്നുപോലെ ആണെങ്കിലും ഞാൻ അവൾക്ക് വയറ്റിനിടം കൊടുത്തതല്ലേ. ഞാൻ മുറ്റത്ത് മറിഞ്ഞു വീണെടുക്കുന്നത് കണ്ടപ്പോ അവൾക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ അവള് നിന്നെ എന്തൊക്കെ പറഞ്ഞു പോയത്. അമ്മ എന്നോട് പിണങ്ങാതിരുന്നാ മതി. അമ്മ ഇനി അങ്ങോട്ട് പോണ്ട, ഇവിടെ വന്നാ മതി. അവന് പറയാനുണ്ടോ? അമ്മ ഇവിടെ നിൽക്കുന്ന എപ്പോഴും. അതായാലും ഇതായാലും അമ്മേനെ വിടല്ലേടി, അല്ലേ അമ്മ? ഇപ്പൊ ഇത്രേ ഉള്ളു കാര്യം, മനസ്സിലായല്ലോ അമ്മ? ഈ തള്ള ചവിട്ടിയ പിള്ളക്ക് കുഴപ്പമില്ല, അല്ലേ അമ്മ? അല്ല, ഈ പിള്ള ചവിട്ടിയ തള്ളക്ക് കേടില്ല. അങ്ങനെ ആവണം, അങ്ങനെ കൊള്ളാവും. Audience.